എന്താണ് ഇപ്പോഴത്തെ ബാല ചെലുത്താൻ കറന്റ് സ്റ്റാറ്റസ്? ബാലയുടെ കേസിൽ ഇത്രയും കാലം ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നത്. കുറ്റപത്രം സമർപ്പിച്ച് ചാർജ് ഷീറ്റ് കിട്ടിയ സമയത്ത് അത് എടുക്കാൻ വേണ്ടിയിട്ട് കോപ്പി ഓഫ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാക്ക് ശ്രമിച്ച സമയത്ത് മാക്കിന് മനസ്സിലായത് ഈ പറയുന്ന പോലെ അതില് വേണ്ടതായിട്ട് ഇവർ പറഞ്ഞ ഒരു കാര്യമില്ല, വേണ്ടതായിട്ടുള്ള സെക്ഷൻസ് ഇല്ല, ഒരു കാര്യങ്ങളും പോലീസ് കണ്ടെത്തി എന്ന് പറയുന്നത് വിറ്റ്നസ് ഉണ്ട്, വിറ്റ്നസ് ആയിട്ട് എക്സംപ്റ്റിനെ ഇൻവാലിഡായിട്ടുള്ള എക്സംപ്റ്റിനെ കണക്കാക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു സാധനം പോലീസിന്റെ കുറ്റപത്രത്തിൽ കണ്ടതായിട്ട് ഇല്ല. അപ്പം കണ്ടെത്തിയില്ല. അപ്പം അതിന്റെ ഭാഗമായിട്ട് മാക്ക് വന്ന് സംസാരിക്കുന്നു. നമ്മൾ പറഞ്ഞു പുനരന്വേഷണത്തിന് കൊടുക്കാം നമുക്ക് എന്ന് പറഞ്ഞു. ആ അഡ്വൈസ് പ്രകാരം കണ്ടെത്തി അതാണ് ഇന്ന് ചെയ്തത്. നമ്മൾ കൊടുത്തു. അതുപോലെ ഇന്ന് പ്രൊസീഡിങ്സ് തുടങ്ങി. അതിന്റെ മുകളിൽ ബാല എന്തായാലും അങ്ങനെ ഒരു തോക്കെടുത്ത് ഫ്ലാറ്റിലേക്ക് വരാനുള്ള ഒരു തോക്കെടുത്ത് ഫ്ലാറ്റിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യമായിട്ടുള്ള വീഡിയോസ്. ഒന്ന് ഇവൻ ഒരു പ്രാവശ്യം എൻ്റെ ഉത്സവത്തിനെ വീഡിയോയിലോട്ട് വിളിച്ചു വരുന്നിട്ട് ഞാൻ ഒരു കമന്റ് പറഞ്ഞത്. അപ്പൊ അന്നവൻ എന്നെ തല്ലുവെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പിന്നെ കുറെ നാൾ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആറാട്ടൻ എന്ന് നമ്മുടെ സന്തോഷ് വർക്കിയെ പിടിച്ചു നിർത്തി മാപ്പ് പറയിക്കുന്ന ഒരു വീഡിയോ ഇട്ടു. അപ്പൊ അതിനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടു. ഇത് ഇയാളെ പിടിച്ച് മാപ്പ് പറയിക്കാനൊക്കെ എന്താ ഇതിന്റെ ആവശ്യം, ഇവൻ എന്താ പോലീസോ കോടതിയോ വല്ലതാണോ? അത് കഴിഞ്ഞപ്പോൾ ഇവൻ പ്രോബ്ലമായിട്ട് പെട്ടെന്നൊരു ദിവസം ഞാനില്ല അവിടെ, ആ സമയത്ത് റൂമിൽ വരുന്ന കയറിയിട്ട് മാക്കിനെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുക, രണ്ടുപേരെയും കൊല്ലുമെന്ന് പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ഉണ്ടാകുന്ന കുറെ തുണിയെല്ലാം വലിച്ചെറിഞ്ഞു, കുറെ സാധനങ്ങളൊക്കെ പറിച്ച് കീറി, അങ്ങനെ കുറച്ച് വയലൻസ് ഒക്കെ കാണിച്ചു. പിന്നെ നമ്മളൊരു ക്യാമറ, അതുപോലെ തന്നെ ഒരു തുണി എടുത്തുകൊണ്ട് പോയി. ഈ പാൻറ് എടുത്തുകൊണ്ട് പോകുന്നത് പുള്ളി അതിനകത്ത് കഞ്ചാവ് വേണ്ടി വെച്ചിട്ട് പോലീസ് കേസ് ആക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പ്ലാൻ. എന്നിട്ട് അതിന് വീട്ടിൽ ചെന്നിരുന്ന ഇയാൾ ഈ രീതിക്ക് പോലീസിനെ വിളിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള പിന്നീട് അറിയാൻ പറ്റി. അതായത് ഈ എൽസബത്തിന്റെ വീഡിയോസിലൊക്കെ എന്തോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്കും പേടിയുണ്ട്, ഇവര് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഈ ബാല ഇങ്ങനെ വല്ലതൊക്കെ ചെയ്തു വെക്കുവോ, കാരണം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നിടത്തിനാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്ലാനുകൾ ഒത്തിരി ഉണ്ട്. പിന്നെ അതുകൂടാതെ ജിജേഷ് എന്നൊരു ഫ്രണ്ട് ഉണ്ട് ഈ ബാലയുടെ, അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് താമസിക്കുവാന്ന് ബാലയുടെ ഫ്ലാറ്റിലെവിടെയോ. അതോ വീട്ടിൽ തന്നെ ഈ സ്ക്രിപ്റ്റുമായിട്ടൊക്കെ ഡിസ്കഷൻ വരുന്ന ഒരാളാണ്. അപ്പൊ അയാളിടയ്ക്ക് കുറെ നാൾ ബാലയുടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ബാല പറയുന്നുണ്ട് ആ ചെകുത്താൻ ബർത്ത്ഡേ ആണെന്ന് ഇവിടെ ഓർത്തോണം, ചെകുത്താൻ എന്ന് പറഞ്ഞവനെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പിന്നീടാണ് അറിയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇയാൾ തോക്കുമായിട്ടൊക്കെ വരുന്നത് കണ്ടാൽ ശരിക്കും ഇയാള് കാര്യമായിട്ട് ഇറങ്ങിയ പോലെയാണ് പിന്നെ തോന്നിയത്, മനസ്സിലായില്ലേ? അപ്പൊ പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് പലയിടത്തും. പിന്നെ അവൻ തോക്കൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. ഭാഗ്യത്തിന് ഞാൻ അവിടെ ഇല്ല. എന്നിട്ടും അവനെ ആകെ മാക്കിനെ കിട്ടിയുള്ളൂ. അവനെ കൊല്ലുമെന്ന് പറയുന്നു, പിന്നെ എന്നെ കൊല്ലുമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൻ പറയുക. ഇത് മാത്രമല്ല, പിന്നെ ഈ അമൃത ഇഷ്യൂ ഉണ്ടാകുമ്പോഴൊക്കെ പഴയൊരു ഡ്രൈവറെ അടിച്ച് ചെവിക്കല്ല് പൊട്ടിച്ച് ചോര ഒലിച്ചു, ഇങ്ങനെ ഭയങ്കര അക്രമങ്ങൾ പലതും കേൾക്കാൻ പറ്റി. പലരെ അടിച്ചു ഇടിച്ചു ഉപദ്രവിച്ചു. ഇവന് ഒരു അക്രമവാസന കൂടുതലുള്ള ആളാണ്. അപ്പൊ അവൻ ഏത് സമയത്തും പിന്നീട് വേണേൽ നമ്മളെ ആക്രമിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ വിചാരിച്ചില്ല, എന്നാലും ഞാൻ പറയുക, ഒന്ന് നേരിട്ട് വന്നു. അതിനു മുമ്പ് മീഡിയയിലൂടെ ഒക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അടിക്കി പിടിക്കുമെന്ന് പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് കൊല്ലണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തോക്കുമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പണികളൊക്കെ കാണിക്കുന്നത്. അപ്പൊ നമ്മള് തോക്ക് വന്നൊന്ന് ഈ വീട്ടിൽ കയറി അക്രമം കാണിച്ചപ്പോ കേസ് തൃക്കാക്കര സ്റ്റേഷനിൽ പറയുന്നുണ്ട്, മാക്ക് പോയി കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. അന്ന് നമ്മൾ അവിടെ നിന്നുകൊണ്ട് എല്ലാം സ്റ്റേഷന് മുന്നിൽ നടക്കും, മീഡിയയോട് സംസാരിക്കുമ്പോൾ എല്ലാം ഈ തോക്ക് കൊണ്ട് വന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോഴും FIR വരുമ്പോ ഇങ്ങനത്തെ തോക്കൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുന്നത്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അവിടെ അങ്ങനെ തോക്കൊന്നും ഇല്ല എന്ന് SHO പുറത്തിറങ്ങിയെന്ന്. SHO ആരെ നിർത്തില്ല ആണെന്ന് തോന്നുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥനോ നിന്ന് പറയുകയാണ് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ. ശരിക്കും അന്ന് അകത്ത് കയറിയിട്ട് ഇവര് പരിശോധിച്ചിട്ടൊന്നും ഇല്ലെന്ന് പിന്നീട് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സന്തോഷ് വർക്കി മുകളിലത്തെ റൂമിൽ ഇരിപ്പുണ്ട്.
ബാല പറഞ്ഞനുസരിച്ച്. ബാലയുടെ വീട്ടിൽ ആ സമയത്ത് സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ അവനെ ആ മോളിൽ അടച്ചിട്ടുണ്ട്. പിന്നെ ഇവന്റെ വൈഫ് എലിസബത്തിനെ താഴെ ഒരു മുറിയിൽ അടച്ചിട്ട് പറഞ്ഞു നീ പുറത്തോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു പോലീസുകാർ വന്നിട്ട്. അതൊക്കെ പിന്നെ അറിയുന്നു. അപ്പൊ അവിടെ പോലീസുകാർ ചെന്നതും ഈ ഇതൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒരു വീട്ടിൽ ചെന്ന് സംസാരിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് പറയുക ഇവിടെ എല്ലാം പരിശോധിച്ചൊന്നും ഇല്ലെന്നൊക്കെ. അപ്പൊ അങ്ങനെ പുള്ളി ഈ പോലീസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇതെല്ലാം വളച്ചൊടിച്ച് പരാതിക്കകത്തൊന്നും ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കേസ് പോയാൽ തന്നെ വലിയ ഈ ഗുണമില്ലാത്ത രീതിയിലുള്ള എന്താ പറയാ എഴുത്തും കുത്തും പരിപാടിയും. അപ്പൊ അത് കഴിഞ്ഞ് പിന്നിപ്പോ നമുക്കിപ്പോ ഇങ്ങനെ ഒരു അഡ്വക്കേറ്റിന്റെ ഹെൽപ്പിലല്ലാതെ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് നേരിട്ടല്ലാതെ ഒരു എന്താ പറയുക നമുക്കൊരു നീതി കിട്ടുന്ന രീതിയിൽ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമത് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നീങ്ങിയത്. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെ സാക്ഷികളായിട്ട് ആഡ് ചെയ്യാനായിട്ടുള്ള സംഭവം ഒന്നും നടക്കുന്നില്ല. അതും നമ്മളിനി വിചാരിച്ചാൽ പറ്റണമെന്ന് കോടതി വഴി പറ്റത്തുള്ളൂ. അപ്പൊ അത് രണ്ടാമത് അതിനുള്ള പുനരന്വേഷണത്തിനുള്ള പരിപാടി നടക്കുമ്പോൾ ഇനി തെളിവും സാക്ഷിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം തന്നെ CCTV വിഷ്വൽസ് ഒക്കെ അവർക്ക് കണ്ടിട്ടുള്ളത്, വന്നു പോകുന്നതും തിരിച്ചിറങ്ങുന്നതും അത് ഇതൊക്കെ. മുറിക്കകത്ത് CCTV ഇല്ല, പക്ഷെ ആള് ഒരു കൂട്ടമായിട്ട് മുകളിലോട്ട് വരുന്നു, 3 പേര് മുകളിൽ വരുന്നു, 2 പേര് താഴെ നിൽക്കുന്നു. അങ്ങനെ ഒരു വളരെ പ്ലാൻഡ് ആയിട്ട് വന്ന് കയറുന്ന പോലെ. മനസ്സിലായോ? ഈ തോക്കിന്റെ വിഷയമായിട്ട് അത് ലൈസൻസുള്ള തോക്കാണ്, അങ്ങനെയുള്ള ഇഷ്യൂലൊക്കെ എങ്ങനെയാണ്? കളിത്തോക്കാണെ പോലും ഒരാളെ ചൂണ്ടി ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കാൻ പാടില്ല. അതിനകത്തിപ്പോ എന്ത് തോക്കാന്ന് നമുക്ക് അറിയത്തില്ല. ഓൾറെഡി ഒരു കേസ് കൊടുക്കുമ്പോ അതിനെ കുറിച്ച് ഒരു അന്വേഷണം വരുമല്ലോ പോലീസിൽ ഭാഗത്തുനിന്ന്. പോലീസ് അന്വേഷിക്കുമ്പോ അത് ഇമ്മീഡിയറ്റ് അന്വേഷിച്ചിട്ടുണ്ട് പോലും അതിനകത്ത് എഴുതിയിട്ടില്ല. നമ്മൾ പറഞ്ഞ പരാതിയിലില്ല. തോക്കിനെ കുറിച്ചിട്ട് യാതൊരു പരാമർശം പോലും ഇല്ല. ഇപ്പൊ FIR ഇടുമ്പോ ഒരു തോക്കുമായിട്ട് നമ്മളിപ്പോ ഇറങ്ങി ഒരാൾ വീട്ടിൽ ചെന്നാൽ തനിക്ക് ഞാൻ തന്റെ വീട്ടിൽ വരും, ഞാൻ ബാലയുടെ വീട്ടിൽ ചെല്ലുന്നെങ്കിൽ ഉണ്ടാകുന്ന ഒരു എഫക്ട് അല്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായത്. അതായത് തോക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തോക്ക് അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം പോലീസ്. ഈ തോക്ക് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ പോലീസാണ് കണ്ടുപിടിക്കുന്നത്. അതവർ ചെയ്തിട്ടേ ഇല്ല. അതിനർത്ഥം അവർ ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും അതിന്റെ അങ്ങനെ ഒരു അത് ഇൻഫ്ലുവൻസ് ചെയ്തതാണ് ഇങ്ങനെ. അത് ഏതൊരു ഇൻഫ്ലുവൻസ് ആണ് നമുക്കറിയത്തില്ല. പൈസയാണോ അതോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അല്ലെങ്കിലും അങ്ങനെ വല്ല സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ, സിനിമാക്കാരായതുകൊണ്ട് അവരുടെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ഈ നമുക്ക് ആ പോലീസുകാരുടെ നടപടിയിൽ നിന്ന് മനസ്സിലായത് നമുക്ക് നീതി ലഭിക്കത്തില്ലെന്നുള്ള രീതിയിലാണ്. കാരണം അവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട സ്ഥലത്ത് 3 ദിവസം കഴിഞ്ഞിട്ട് തോക്ക് അന്വേഷിച്ച് ചെന്നാൽ തോക്ക് അവിടെ കാണത്തില്ലെന്ന് ഏത് കൊച്ചിനോട് ചോദിച്ചാൽ വേണേൽ പറഞ്ഞത്. അതിന് പോലീസ് ബുദ്ധിയോ ഒന്നും വേണ്ട. ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോ ഇതുപോലെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. കോടതിയിൽ കയറി കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടായിരിക്കും. അല്ല, കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന പരിപാടികൾ പോലീസ് സ്റ്റേഷനിൽ എന്തായാലും കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രൊസീഡിങ്സാണ് നമ്മളിപ്പോ ചെയ്തത്. നമ്മൾക്ക് കുറ്റപത്രം സമർപ്പിക്കുന്ന എല്ലാ കേസിലും നമുക്ക് ജനറലി ജനങ്ങൾക്ക് അറിയുന്ന ഒരു സാധനം, കുറ്റപത്രം സമർപ്പിച്ചാൽ നെക്സ്റ്റ് ട്രയൽ പ്രൊസീഡിങ്സ് തുടങ്ങും എന്നുള്ളതാണ്. പക്ഷേ അതല്ല, കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോഴും വിക്ടിമിന് എന്തുണ്ട്, റൈറ്റ് ഉണ്ട്. എനിക്ക് ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എന്ന് പറയാനുള്ള ആ റൈറ്റ് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിനോട് നേരിട്ട് പോയിട്ട് പറയാനുള്ള റൈറ്റാണ്. അതെങ്ങനെയൊക്കെ പറയാം? പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുക അവർക്ക്. ഇനി അതല്ല, ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പുനരന്വേഷണം വേണമെന്നും പറഞ്ഞിട്ട് കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് വിക്ടിമിന്റെ റൈറ്റ് ഉപയോഗിച്ചിട്ട് വിക്ടിമിന് ഒരു അഡ്വക്കേറ്റിനെ വെക്കാൻ പറ്റും. ആ അഡ്വക്കേറ്റിനെ വിക്ടിം വക്കാലത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഡ്വക്കേറ്റ് ഈ പറയുന്ന പോലെ ചെന്നിട്ട് പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞ് പെറ്റീഷൻ ഇട്ടിട്ട് ആ കേസ് വീണ്ടും ഓപ്പൺ ആവും. വീണ്ടും ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ഫയൽ ചെയ്യുന്നു. മീൻസ് നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷൻ ഉണ്ടല്ലോ, അതിന് ഓപ്പോസിഷൻ കൗണ്ടർ ഫയൽ ചെയ്യും. കൗണ്ടർ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ കൗണ്ടറിനെ തള്ളും. കൗണ്ടറിന് തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഈ പറയുന്ന പോലെ അവർക്ക് കൗണ്ടർ ഉണ്ടെങ്കിൽ ഓക്കെ, ഇനി കൗണ്ടർ ഇല്ലെങ്കിൽ അവര് ഈ പറയുന്ന പോലെ വന്നിട്ട് എന്താ പറയാ, കോടതിന് തോന്നുകയാണ് അല്ലെങ്കിൽ കോടതിക്ക് മനസ്സിലാവുകയാണ് ഇതിൽ 307 നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ നമ്മളിപ്പോ പറഞ്ഞത് 307 അതുപോലെ ആംസ് ആക്ട് ഒക്കെ നിലവിൽ വരണം ഈ FIR-ൽ. അതൊക്കെയാണ് നമ്മൾ പുനരന്വേഷണത്തിന് വേണ്ടി കൊടുത്തത്. പിന്നെ നമുക്ക് പുനരന്വേഷണത്തിൽ വേണ്ടത് 2 ഐ വിറ്റ്നസ് ഉണ്ട്. 2 ഐ വിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ സന്തോഷ് വർക്കീനെ അവരെന്ത് ചെയ്തു, അക്യൂസ്ഡ് ആക്കി. പോലീസുകാര് സാക്ഷിനെയാണ് അക്യൂസ്ഡ് ആക്കി മാറ്റിയത്, സാക്ഷിനെ പ്രതിയാക്കി മാറ്റി. എന്നിട്ട് 2ാം പ്രതി എന്നുള്ള പോലെ ഇതാക്കി. നമ്മൾ പലതവണ പറഞ്ഞത്
നമ്മൾ പലതവണ പറഞ്ഞതാണ് സന്തോഷ് വർക്കി ഇത് ഐ വിറ്റ്നസ് ആണ് സന്തോഷ് വർക്കി പറയുന്നു. പക്ഷെ സന്തോഷ് വർക്കി പറഞ്ഞു ആദ്യം നിങ്ങൾ തന്നെ വാർത്ത ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് എന്താണ്? സന്തോഷ് വർക്കി തോക്ക് ചൂണ്ടി നിൽക്കുന്നത് കണ്ടത് സന്തോഷ് വർക്കിയാണ്, തോക്ക് എടുത്ത് കൊണ്ടുപോകുന്നത് കണ്ടത്. അത് ഫ്ലാറ്റിൽ ഉണ്ടായത് ഇദ്ദേഹം സന്തോഷ് വർക്കി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലാറ്റിലല്ല. അപ്പം ഫ്ലാറ്റിൽ വന്നിട്ട് തോക്ക് പോയിന്റ് സന്തോഷ് വർക്കിയുടെ കൂടെ ബാല വീട് അറിയാത്തതുകൊണ്ട് സന്തോഷ് വർക്കിയും കൂടെ കൂട്ടിയാണ് വന്നത്. അപ്പൊ സന്തോഷ് വർക്കിയും ഡോർ തുറന്ന് അകത്ത് കയറിയിട്ടുണ്ട് അയാളുടെ കൂടെ. അയാള് കാണുന്നുണ്ട് നടക്കുന്ന സംഭവമൊക്കെ. കാറിൽ വന്നത് ഈ തോക്കുണ്ടെന്ന് പല പ്രാവശ്യം നമ്മളോട് ഇരുന്ന് വീഡിയോക്കകത്തും അല്ലാതെയൊക്കെ ഈ സന്തോഷ് വർക്കി പറയുന്നുണ്ട്. സന്തോഷ് വർക്കി ബാലയോട് നിൽക്കുമ്പോൾ പറയത്തില്ല, ഇനി കോടതിയിൽ എന്താ പറയുന്നത് അറിയത്തില്ല. അയാളെ പേടിച്ചിട്ട് അയാൾക്കൊരു ഭയമുണ്ട് ഈ ബാലയെ. ഈ സന്തോഷ് വർക്കിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ടോ? സന്തോഷ് വർക്കിയുടെ മൊഴി വർക്കിയാണ് അത് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ സന്തോഷ് വർക്കി കോടതിയിൽ അദ്ദേഹം ഞാൻ തോക്ക് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കേസ് തള്ളി പോകൂലേ? ഇല്ല, കാരണം ഇപ്പൊ പ്രതിയാണ് സന്തോഷ് വർക്കി. ആള് കൂടെ വന്നുകൊണ്ട് അതെ. പിന്നെ ഭവനവേദന പോലത്തെ കാര്യങ്ങൾ അവിടെ ബാക്കി അല്ല, ശരിക്കും നമ്മള് സന്തോഷ് വർക്കി പ്രതിയാണെന്നല്ല, നമ്മൾ കൂടെ വന്നെങ്കിലും അയാൾ നമ്മൾ ഉപദ്രവിച്ചു എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പറയുന്നത് ഐ വിറ്റ്നസ് ആണ് സന്തോഷ് വർക്കി. സന്തോഷ് വർക്കിയിലെ കേൾക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഈ പറയുന്ന സന്തോഷ് വർക്കിയിലെ കേൾക്കണം എന്ന് പറഞ്ഞു. പിന്നെ കൂടെ വന്നിട്ടുള്ള എക്സ് വൈഫായിട്ടുള്ള, അന്ന് വൈഫായിരുന്നു എലിസബത്ത് ഉണ്ട് കാറില്. ആ കാറില് എലിസബത്ത് ഇരിക്കുമ്പോഴാണ് തോക്ക് മറ്റേ ജിം ട്രെയിനർ എന്ന് പറഞ്ഞ ആൾ ആ തോക്കിന്റെ ബാഗ് എടുത്ത് തോളത്തിട്ടുണ്ട് തോന്നി. ഈ തോക്ക് എന്ന് പറഞ്ഞാൽ ഈ തോക്കിന് ജിജേഷ് പറഞ്ഞറിയാൻ സാധിച്ചതും എലിസബത്ത് അറിഞ്ഞതും അതൊരു എയർ പിസ്റ്റളോ അങ്ങനത്തെ സാധനം അല്ല. കാരണം ബാക്കി കുറെ കളക്ഷൻ പോലെ വേണ്ടി ഇരിപ്പുണ്ട്. ഈ എയർ പിസ്റ്റൾസ് ഒക്കെ മേടിച്ച് വെക്കുന്ന സ്വഭാവങ്ങളുണ്ട്. അത് പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അയാൾ പലരെ ഉപയോഗിക്കാൻ സമ്മതിക്കും. പക്ഷെ ഈ സാധനം മാത്രം സേഫ് ആയിട്ട് വെച്ചേക്കുന്ന പോലെ വെച്ചേക്കുന്ന ഒരു ഗണ്ണാണ് ഈ ബാഗിനകത്തുള്ളത്. സ്ഥിരം ഈ ബാഗിനകത്ത് അത് വെക്കുന്നത്. അപ്പൊ ഈ ബാഗ് തൂക്കിയിട്ടുള്ള ആള് പ്രതിയല്ല. പക്ഷെ ഈ പറയുന്ന പോലെ മീൻസ് പ്രതിയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം പ്രതിയല്ല. പക്ഷെ കണ്ടു നിന്നിട്ടുള്ള ആള് രണ്ടാം പ്രതിയായി. അവിടേക്കാണ് പോലീസിന്റെ അനാസ്ഥ ശരിക്കും ഫ്രണ്ടിൽ വരുന്നത്. ആ അനാസ്ഥ ഫ്രണ്ടിൽ വന്നതുകൊണ്ടും പോലീസ് ഒരിക്കലും നമ്മളോട് കോപ്പറേറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് തോന്നിയത് കൊണ്ടുമാണ് നമ്മൾ വീണ്ടും ഈ പറയുന്ന പോലെ കോടതിയെ സമീപിച്ചത്. അപ്പം ഈ തോക്ക് കണ്ടിട്ടുള്ള 2 വ്യക്തികൾ ഉണ്ട് ഓൾറെഡി. അവരെ നമ്മൾ ഐ വിറ്റ്നസ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഒരാൾ പ്രതിയായി, അത് കൂടാതെയാണ് 2 പേര്. 2 പേരെന്ന് വെച്ചാൽ സെയിം ഈ പറയുന്ന പോലെ നമുക്കുണ്ടായ അനുഭവം പോലെ തന്നെ സെയിം ആണ് രണ്ടാം സാക്ഷിക്ക് ഉണ്ടായ അനുഭവം. അയാളെയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ആദ്യമേ പറഞ്ഞില്ലേ ഈ പറയുന്ന സംവിധായകൻ എന്ന് പറയുന്ന ആള്. അപ്പൊ അയാളെ തോക്ക് ചൂണ്ടാൻ ശ്രമിച്ചു. തോക്ക് ചൂണ്ടിയിട്ട് ഇതേപോലെ ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ തോക്ക് പൊട്ടില്ലേ എന്ന് ഇവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പൊട്ടും, അതിനാണല്ലോ. അപ്പൊ അറിവോട് കൂടിയിട്ട്, സമ്മതത്തോട് കൂടിയിട്ടും മനസ്സറിവോട് കൂടിയിട്ടും ഒക്കെ തന്നെയാണ് ഇതിപ്പോ പൊട്ടൂലേ എന്ന് ചോദിക്കുമ്പോഴും പൊട്ടും എന്ന് പറയുമ്പം അയാൾ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ മനസ്സിലായി. അപ്പൊ ഈ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ഇദ്ദേഹം മാത്രമായിരുന്നു. താങ്കളുടെ ഒരു അനുഭവം പറയുമ്പോ, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും തോക്ക് നമ്മുടെ നേരെ ചൂണ്ടുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു അനുഭവം ഒന്ന് ഇവിടെ ഒന്ന് പറയാമോ? ആ സമയത്ത് ഞാൻ വല്ലാതെ പേടിച്ചിരുന്നു, എങ്ങനെ പൊട്ടിച്ചാലോ എന്നുള്ളത്. ഈ ബാലയുടെ ഉദ്ദേശം അവിടെ വന്നതും ചെലുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും അവിടെ ഇരയാക്കപ്പെട്ട ഞാനായിരുന്നു. എന്നോട് ആദ്യം വന്നു കിതച്ചു, വെള്ളം വേണമെങ്കിൽ വെള്ളമൊക്കെ കൊടുത്ത്, അതിന് ശേഷമാണ് ഇയാൾ വയലന്റ് ആണത്. വല്ലാത്തൊരു അവസ്ഥയിൽ പോലെ അയാൾ അവിടെ ഡ്രസ്സൊക്കെ വലിച്ചു വാരിയിട്ട്, നമ്മള് വീഡിയോസിന് വേണ്ടി ഒരു ബാക്ക് ഡ്രോപ്പ് ഒക്കെ അതൊക്കെ ഒന്ന് വലിച്ച് കീറി, അത് കഴിഞ്ഞ് തോക്ക് ഈ കൂടെ ഉണ്ടാവുന്ന ബാഗിൽ നിന്ന് എടുത്തിട്ട് എന്റെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞ് ഇന്ന് രാത്രി 10 മണിക്കുള്ളിൽ ചെയ്താൽ അവനെതിരെ ചെയ്ത വീഡിയോ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ബാക്കി അപ്പ കാണുന്നതാണ്. ഞാൻ പറഞ്ഞു ബാല തോക്കാണ്, പൊട്ടും. പോകാൻ പറയാണ് ഇത് പൊട്ടും എനിക്കറിയാം, പൊട്ടിക്കാൻ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നു. ആ ടിക്കറ്റ് പറഞ്ഞ പോലെ പൊട്ടിക്കണം ഉദ്ദേശത്തോടെ ഞാൻ വന്നത്. അതിനുശേഷം പറഞ്ഞ് നിന്നെയും കൊല്ലും അവനെയും കൊല്ലും. ഇതൊക്കെ ഞാൻ അവിടെ മുമ്പേ പറഞ്ഞാണ്, പഴയ വീഡിയോസ് നോക്കിയാൽ അറിയാം. പറഞ്ഞ ആവർത്തിക്കുകയാണ്. ചെകുത്താന് അസമതില്ലെങ്കിലും ചെകുത്താനെതിരെ അവനോട് ദേഷ്യം എന്നോട് തീർക്കുന്ന പോലെയാണ്. എന്നോട് ചെകുത്താനെ വിളിക്കാൻ പറഞ്ഞു ഫോണിൽ. ഞാൻ ചെകുത്താനെ വിളിച്ച്
ചെകുത്താൻ പറഞ്ഞു പെട്ടെന്ന് വരാന്ന രീതിയിൽ ചെകുത്താൻ പറഞ്ഞു ഫോണിൽ ഞാൻ ഇപ്പൊ വരാം. അത് കേട്ടിരിക്കാൻ ഇതൊക്കെ ഈ തോക്ക് ആയിട്ട് ചൂണ്ടി തന്നെ എനിക്ക് നേരെ. എന്തായാലും ഇത് നമ്മള് നിയമ പോരാട്ടത്തിന് തന്നെയാണ് പോകുന്നത്. കാരണം ഇത്രയും ഈ പോലീസുകാർക്ക് തൃക്കാക്കരയിലുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഞാൻ ഈ കൃത്യമായിട്ട് മൊഴിയൊക്കെ പറഞ്ഞാണ്. പക്ഷെ പല കാര്യങ്ങളും രേഖപ്പെടുത്താതെയും ഞാൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചിട്ടൊക്കെയാണ് ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയത്. അന്ന് എനിക്കിത് വായിക്കാൻ നിന്നപ്പോ എനിക്ക് ആ ഒരു ട്രോമയ്ക്കായിരുന്നു കൃത്യമായിട്ട് വായിക്കാൻ കിട്ടത്തില്ല. തോക്കിന്റെ കാര്യമൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു മൊഴിക്കകത്ത്. പക്ഷെ ഇത് FIR വന്നിട്ടില്ല. FIR വന്നപ്പോൾ നമ്മൾ വീണ്ടും ചോദ്യം ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്. നമുക്ക് കൃത്യമായി മറുപടി കിട്ടിയില്ല. പിന്നെ നമ്മൾ കമ്മീഷൻ ഓഫീസിൽ വീണ്ടും പരാതി കൊടുത്തു. അത് അവിടെ നടപടി ഉണ്ടായിരുന്നു. വീണ്ടും 2025 നമ്മൾ വീണ്ടും പുതിയ പരാതി കൊടുത്തു. ഇതിനൊരു തുടരന്വേഷണം വേണം എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കോടതിയിൽ ഡിഫാക്ടോ കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു. അത് കോടതി സ്വീകരിച്ച് നമുക്ക് ഡേറ്റും തന്നു. തുടരന്വേഷണത്തിനും കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനിയെങ്കിലും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ മൊഴി പ്രകാരം കേസെടുക്കാൻ പോലീസിന് സാധിക്കണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഇതൊരു കേസായതിനു ശേഷം പുള്ളി ഒരു കോംപ്രമൈസ് ടോക്കിനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ അന്ന് ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല. അതങ്ങനെ തന്നെയുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു കോൺവെർസേഷനോ ആരുമായിട്ടും ഇല്ല. അത് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു, ഇത് കേസാക്കുന്ന പരിപാടി നടക്കുന്നു. പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് കാര്യമില്ല. ഫിസിക്കലി പിന്നീട് ഒരു അറ്റാക്ക് പിന്നീട് ഉണ്ടായെന്ന് പറഞ്ഞാല് ഈ എൽസവത്തിന്റെ ഒരു വീഡിയോയ്ക്ക് കോകില തിരിച്ച് ഈ എൽസവത്തിനെ അവമാനിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ ഇട്ടു. അപ്പോ അതിന് റിയാക്ഷൻ വീഡിയോ എന്നുള്ള പോലെ ഞാൻ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കോകിലക്കെതിരെ. അപ്പൊ അത് കോമഡി ആയിട്ട് പറഞ്ഞുള്ള വീഡിയോ. പക്ഷെ ബാല അത് കമ്മീഷൻ ഓഫീസിൽ ചെന്ന് കോകിലെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് സ്ത്രീത്വത്തെ അവമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് കമ്മീഷൻ ഓഫീസിന്റെ താഴെ നിന്നുകൊണ്ട് ഓഫീസിന്റെ താഴെ തന്നെ നിന്നുകൊണ്ട് ബാല വീണ്ടും വെല്ലുവിളിക്കുന്നുണ്ട്. ഇനിയും എന്താ നിയമ നടപടി എടുത്തില്ലെങ്കിൽ ഞാൻ നിയമം കയ്യിലെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് നിയമ നടപടി എടുക്കേണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഗോകുലിരുന്നുകൊണ്ട് മറ്റൊരാളെ അതിനേക്കാൾ കൂടുതൽ അവമാനിച്ച സാധനത്തിനകത്ത് ഞാൻ ഒരു ട്രോൾ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ പോലത്തെ ചെയ്തൊരു വീഡിയോ അതിന് കമ്മീഷണർ നടപടി എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ പോലീസ് നടപടി ഞാൻ വീണ്ടും നിയമം കയ്യിലെടുക്കും, അങ്ങനെ ഇടിക്കും. അവനെന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നവരെ ഇടിക്കും, ചവിട്ടും, തൊഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് അപ്പൊ തന്നെ ഞാൻ അടുത്ത പരാതിയായിട്ട് വീണ്ടും തൃക്കാക്കര സ്റ്റേഷനിൽ പോയി. ഇങ്ങനെ അവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ട് വന്നവനാണ്, അപ്പോഴും പോലീസിൽ എടുക്കുന്നൊന്നുമില്ല. അവർ പറയുന്ന പേരെടുത്ത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, നിങ്ങൾ തന്നെയാണോ. അപ്പൊ എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് ഇറങ്ങി വന്നിട്ട് വേറെ ആരെ ചവിട്ടുമെന്ന് ഇടിക്കുമെന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കോടതിയിൽ ചോദ്യം ഉണ്ടാവില്ലേ, പോലീസ് സ്റ്റേഷനിൽ എന്താണ് ഇത് കേസ് മുന്നോട്ട് അവർ ഒരു കേസ് അതിന്റെ ഫോളോ അപ്പ് ചെയ്യാത്ത എന്താണ്, തോക്ക് ചൂണ്ടിന്ന് പറഞ്ഞു, അത് കണ്ടുപിടിക്കാത്ത എന്താണ്, അതിനെ കുറിച്ച് ഒരു ഫോളോ അപ്പ് നടത്താത്ത എന്താണെന്നൊരു ചോദ്യം വരില്ലേ? അല്ല, കോടതി ചോദിക്കുമല്ലോ, അതിനെ കുറിച്ച് ഒരു അന്വേഷണം പോലീസുകാർ കറക്റ്റ് ആയിട്ട് നടത്തിയില്ലല്ലോ. ചോദിക്കൂലേ? പോലീസുകാരോട് ചോദിക്കണമല്ലോ. ഇപ്പം നമ്മൾ ഇന്ന് കൊടുത്തതേ ഉള്ളൂ. ഇനി വരുന്ന ദിവസങ്ങളിൽ കോടതി തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് ഇത്രയും കാലത്തെ ഒരു അനുഭവത്തില്. ഇന്നിപ്പം CMP എടുത്തു, നമ്മളെ പെറ്റീഷൻ എടുത്തു. ഇനി അതിൽ ഉള്ള പ്രൊസീഡിങ്സിൽ വരുന്ന സമയത്ത് എവിഡൻസിന്റെ സമയത്ത് പരാമർശിക്കേണ്ടതാണ് കോടതി, പോലീസ് എന്തുകൊണ്ട് ഇതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആണ് നമ്മൾ ശരിക്കും ഡിഫാക്ടോ കംപ്ലൈന്റ് ആണ്, സ്റ്റേറ്റ് ആണ് ശരിക്കും കക്ഷി വരുന്നത്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? പോലീസാണ് അല്ലേ? അപ്പൊ പോലീസിന് എതിരെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ കേസിൽ തോന്നുന്നില്ലേ? അതും കമ്മീഷണർ ഓഫീസിൽ പലതവണയായിട്ട് പുനരന്വേഷണം വേണം എന്നും പറഞ്ഞിട്ട് കൊടുത്തൊരു കേസാണ്. അവിടെ മൊഴിയെടുക്കാൻ, എന്നിട്ട് താഴത്തോട്ട് അവിടുന്ന് പ്രൊസീഡിങ്സ് ഇല്ലാന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ പോയിട്ട് നമ്മള് കോടതിയിൽ 200 പ്രകാരം പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഇത് കൊടുക്കേണ്ടി വന്നത്. അപ്പോഴാണ് അതിലൊരു തീരുമാനമായത്. ഇന്ന് കോടതി എന്തായാലും അത് എടുത്തിട്ടുണ്ട്. വളരെ സന്തോഷമാണ് കോടതിയുടെ ആ ഒരു തീരുമാനത്തിൽ. കാരണം ഇത്രയും കാലം നമ്മൾ പല വിധത്ത് പോയിട്ടും ഇതിലൊരു തീരുമാനമാവാത്തതോ അല്ലെ ആരും നമ്മളോട് പ്രതികരിക്കുന്നുണ്ടായില്ല. പക്ഷെ കോടതി നമ്മളോട് ഇന്ന് വളരെ നല്ലവണ്ണം തന്നെയാണ്, വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ അലഹബാദ് കോർട്ടിന്റെ വേർഡിങ്സ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട് എന്ത്, തോക്ക് ചൂണ്ടിയിട്ട് അത് അവിടെ ഹേർട്ടില്ലെങ്കിലും തോക്ക് ചൂണ്ടിയോ
അവിടെ 307 ഇടണം എന്ന് പറയുന്നുണ്ട്. അത് ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷൻ നോക്കിയിട്ട് കോടതിക്ക് തീരുമാനിക്കും 307 തരണമെന്ന്. ഇനി 307 ഇയാളൊരു സ്വഭാവമാണ് ഈ തോക്ക് ചൂണ്ടലും ദേഷ്യം പിടിക്കലും എന്നുള്ളത് പല തവണയായിട്ട് മുൻപ് ലിജേഷ് വീഡിയോ ലൈസൻസ് ഉള്ള മറ്റേ ബുള്ളറ്റ് ഉള്ള തോക്കും മറ്റേ പല്ലറ്റിന്റെ തോക്കുണ്ട്. ഇത് 2 തോക്കുകളാണെങ്കിൽ കേസ് മാറും. 2 തരത്തിലുള്ള തോക്കാണ്. തോക്ക് ഏത് ലൈസൻസ് കേസ് ഒന്നും 307 തന്നെയായിരിക്കും. അല്ലെ പിന്നെ കളിപ്പാട്ടമായിരിക്കും. ഇപ്പൊ തോക്ക് അവിടെ കിട്ടാനാ ഇതൊക്കെ പോയി. അത് ഉറപ്പായിട്ടും തോക്ക് ഒറിജിനൽ ആയതുകൊണ്ട് തന്നെയാ. കളിപ്പാട്ടം എന്നുള്ള സാധനം ഒന്നും വിടും. കാരണം ഇത് കളിപ്പാട്ടമല്ല. ഇത് നിസ്സാരമായിട്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അല്ല ഈ തോക്ക് വേറെ എന്തെങ്കിലും തോക്കാണെങ്കിൽ അത് ഇത്രയും മുക്കാനും ഇത്രയും ഡിലേ വരുത്താനും അതിനൊന്നും ആവശ്യമില്ല. ബാല വീട്ടിലിരിക്കത്തേ ഉള്ളൂ. ചപ്പലും അന്ന് തന്നെ പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. നിങ്ങളൊരു ചപ്പലും കൊണ്ട് ഞാൻ ചവിട്ടി, ആ ചപ്പല് ഇല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടിയില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഞാൻ ഇത്രയും ചോദിച്ചുള്ളൂ. നിങ്ങളെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞു ചപ്പല് കിട്ടിയില്ലെങ്കിൽ ചവിട്ടിയില്ല എന്നല്ലല്ലോ. പക്ഷെ അത് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അയാളുടെ ഗണ്ണ് ആവണമെന്നില്ല. ഏത് ഗണ്ണാണെങ്കിലും ഞാൻ കാര്യം പറയാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ബാലയുടെ സ്വന്തം ഗണ്ണായിരിക്കണമെന്നില്ല. അയാൾക്ക് ഒത്തിരി സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, ഒത്തിരി കണക്ഷൻ. ഗണ്ണാണോ? എടോ അങ്ങനല്ല, അങ്ങനൊന്നുമില്ല. പക്ഷെ നമ്മള് 307 ചാർജ് ചെയ്യുമ്പോ കോടതി എന്തായാലും ഗണ്ണിന്റെ മിസ്സിംഗ് എന്തായാലും ചോദിക്കും. അല്ലെങ്കിൽ അത് ആരുടെ പേരിലാണ്, ആ ഗണ്ണ് എവിടെയായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല, അത് കണ്ടുപിടിക്കാത്തോണ്ട് കോടതിയിൽ ചോദ്യം വരുമല്ലോ നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോകുമ്പോൾ. ഞാനൊരു കാര്യം പറയാം, നമ്മളോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളോട് നിങ്ങളെ അടുത്ത് എന്ത് തെളിവുണ്ട് ഈ 307 തെളിയിക്കാൻ, ആംസ് ആക്ട് ആണെന്ന് പറയാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആംസ് ആക്ടിന്റെ അണ്ടറിൽ വരണം എന്നുള്ളത്. നമ്മളെ ആ തെളിവാണ് ഐ വിറ്റ്നസസ് ഉള്ളത്. തോക്ക് ചൂണ്ടി എന്നുള്ളതിനും തോക്ക് ഇതിനു മുമ്പ് അവരെയും ചൂണ്ടിയിട്ടുണ്ട് എന്നുള്ളതിനും അവര് അതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകൾ എടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അവര് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത കേസിന്റെ റെസിപ്റ്റും ഡേറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പെറ്റീഷൻ പോയിട്ടുള്ളത്. എത്രയോ വീഡിയോ ജിജേഷ് പറയുന്നുണ്ട് തോക്ക് ഇടയിലുണ്ട്, തോക്കുണ്ട്. ഇനിയിപ്പോ അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോ ഒരു സ്റ്റേഷനിൽ ഇപ്പൊ ഇത് ബാലയല്ല അപ്പുറത്ത് വിചാരിക്കുക, ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു സാധനം കൊണ്ട് എന്നാൽ അത് ഏത് തോക്ക എന്ത് തോക്കാന്ന് തീരുമാനിക്കുന്ന വിതിൻ ഒരു മണിക്കൂറിൽ പോലീസ് എന്റെ വീട്ടിലോ എന്നെ എവിടെ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അഥവാ ഈ തോക്കില്ല എന്ന് വിചാരിച്ചു, ഈ ഐ വിറ്റ്നസ് പറഞ്ഞതിന് ശേഷവും ഐ വിറ്റ്നസിന് എന്തായാലും നമ്മള് മൊഴിയെടുക്കുമല്ലോ, കോടതി മൊഴിയെടുക്കുമല്ലോ. അപ്പൊ ഐ വിറ്റ്നസ് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ തോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷം ഈ പറയുന്ന തോക്ക് കണ്ടെത്താനായിട്ടില്ലെങ്കിൽ, അത് തോക്ക് നശിപ്പിച്ചു എന്ന് തെളിയുകയാണെങ്കിൽ തോക്ക് തെളിവ് നശിപ്പിച്ചതിന് കേസ് വരും എക്സ്ട്രാ. അപ്പോൾ ഈ തോക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആരെ കടമയായിട്ട് വരും? ആരെ? പ്രതിയുടെ കടമയായിട്ട് വരും. അത് തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് കയ്യിൽ കിട്ടും. ഈ തെളിവ് നശിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു തെളിവ് വേണമല്ലോ. തെളിവ് നശിപ്പിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവ് വേണമല്ലോ. കാരണം ഗണ്ണ് നമുക്ക് ഇപ്പൊ പല രീതിയിലും അത് ഡംപ് ചെയ്യാൻ പറ്റും ഒരാളുടെ കയ്യില്. ലൈസൻസ് തെളിവ് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ തെളിവ് കിട്ടില്ലെങ്കിൽ നശിപ്പിച്ചെന്നാണ്. എങ്ങനെ നശിപ്പിക്കുന്നത്? കത്തിച്ചു കളഞ്ഞോ, പൊടിച്ചു കളഞ്ഞോ, മനസ്സിലായോ? അതൊരു പ്രശ്നമല്ല. ഞാൻ ചോദിക്കുന്നത് അയാളുടെ ലൈസൻസ് ഇല്ലാത്ത തോക്കാണെങ്കിൽ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല അയാളുടെ അതിലൊരു ഗണ്ണ് ഉണ്ടായിരുന്നു. ലൈസൻസ് ഒന്നും ഇതിലൊരു ബാധ്യതയില്ല. ലൈസൻസ് ഉള്ള തോക്കാണെങ്കിൽ സെൽഫ് ഡിഫൻസിനൊക്കെ ഇത് ലൈസൻസ് ഉള്ളവർക്ക് കൊടുക്കുന്നത്, അല്ലാതെ വേറെ വീട്ടിൽ ചെന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്താനല്ല ഒന്നാമത്തെ കാര്യം. ലൈസൻസ് ഒന്നും ഒരു ഇതില്ല. ലൈസൻസ് ഉള്ള തോക്ക് ഇല്ലാത്ത തോക്കൊന്നുമില്ല ഇതിന്. ലൈസൻസ് ഉള്ള തോക്കിട്ട് വെടിവെച്ച് ഒരാൾ മരിച്ചാലും, ലൈസൻസ് ഇല്ലാത്ത തോക്കിട്ട് ഒരാൾ വെടിവെച്ച് മരിച്ചാലും അയാൾ മരിച്ചു. അല്ല, വേറൊരു കേസ് കൂടി പറഞ്ഞുതരാം. കളിക്കൂലേ കളിത്തോക്ക് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഒരു കേസിലോ ഓർമ്മ വന്നതാണ്. ഈ പറയുന്ന കളിത്തോക്കിലും ഉണ്ടെന്നല്ലോ, മറ്റേ ഉണ്ട ഇടും, ചെറിയ ഉണ്ട. ഇതിന് പകരം കല്ലോ പേപ്പറിന്റെ ബോളോ ഒക്കെ ഇട്ടിട്ട് പിള്ളേര് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ കല്ല് വന്നിട്ട് ഇവിടെ തട്ടിയിട്ട് ഒരാള് മരിച്ചു. കല്ല് വന്ന് ഇവിടെ തട്ടിയിട്ട്. അപ്പം ഇത് തോക്കാണ്. അതുകൊണ്ട് നമ്മളെ ഇവിടെ വെച്ചിട്ടാണെങ്കിൽ ചെയ്യാം. ഏതെന്ന് വെച്ചാൽ ആൾക്കാരെ കൊല്ലാം. കുട്ടികളൊക്കെ അറിഞ്ഞാലേ
എടാ ഈ ഇപ്പൊ ഏറെണ്ണാന്ന് വിചാരിച്ചു അത് തന്നെ ഇങ്ങോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹാം ഭയങ്കര വലുതാണ്. പക്ഷെ ഈ സാധനം കേസാ. ഞാൻ ഇയാൾ അത്രയും പറയുന്നത് ക്ലോസിൽ തന്നെ നിക്കുന്നേ അല്ലേ, ഞാൻ ഇയാൾ പറയുന്നത് ക്ലോസായിട്ട് നിക്കുന്നേ. ഈ മനുഷ്യൻ ദൂരെ ഒന്ന് ഇങ്ങനെ വെടിവെക്കുന്ന പോലെ എയർ പിസ്റ്റളാണെങ്കിൽ പോലും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറയുമ്പോൾ സീൻ ഞാൻ മാറും. പറയുന്നത് ഇത് കേസാ ഞാൻ പറയുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതല്ല, ഞാൻ ഉണ്ടാക്കിയ മനസ്സിലായില്ലേ? സാധനം പറയുമല്ല, എയർ പിസ്റ്റളാണെങ്കിൽ റേഞ്ച് ക്ലോസാ. കേസാണ്. അപ്പൊ നിങ്ങൾ കളിത്തോക്ക് എന്ന് നേരത്തെ പറഞ്ഞപ്പോ എനിക്ക് പറയേണ്ടി വന്നത്. അപ്പൊ ഞാൻ താങ്കളാണ്, താങ്കളുടെ പേരൊന്ന് പറയാമോ മാഡത്തിന്? എന്റെ പേര് അഡ്വക്കേറ്റ് ബബ്ല ഉമ്മർ. ഓക്കെ. അപ്പൊ ഈ കേസ് മുന്നോട്ട് കൊണ്ടുവന്ന മാഡമാണ്. അതെ. ഓക്കെ. അപ്പൊ നമ്മള് എന്റെ സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ടാണ്, നമ്മള് കോടതിയിൽ തെളിവ് കൊടുക്കുമ്പോൾ ഇയാളുടെ കയ്യില് ഗണ്ണ് എന്ന് പോലീസിന് വന്നിട്ടില്ല. ആ തെളിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ വിറ്റ്നസിനെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് പറയുന്നത്. ഓക്കെ. ഐ വിറ്റ്നസിനെയാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ. അവർ കണ്ടാ മതി. എടോ, അത് ഏതൊരു കുറ്റവാളി ഒരു കാര്യം പറയാം, രണ്ടുപേരാണുള്ളൂ. അല്ല, ലിജേഷും എലിസബത്തും സാക്ഷികൾ ഇവര് രണ്ടുപേരും. ഇവര് ഡിഫാക്റ്റോ കംപ്ലൈന്റ്. ഓക്കെ. ഇപ്പോ ഇതാണ് വിക്ടിം. സന്തോഷ് പ്രതിസ്ഥാനത്താണ്, രണ്ടാം പ്രതിയോ എന്തോ. അതെ, രണ്ടാം അയാൾക്ക് അയാൾ പക്ഷെ വിറ്റ്നസ് ആണ്, പക്ഷെ ഞങ്ങൾ ഐ വിറ്റ്നസ് എന്ന് പറഞ്ഞ ആളെ രണ്ടാം പ്രതിയാക്കി. പോലീസ് അതെ, അങ്ങനല്ല. അയാളെ അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഇവര്. മാനിപ്പുലേറ്റ് നല്ല പറഞ്ഞ ഭീഷണിപ്പെടുത്തുക എങ്ങനെയാന്ന് വെച്ചാലും ഇയാള് പല വർഷമായിട്ട് കോടതിയിലൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ല, നിങ്ങൾ മീഡിയയിൽ കണ്ടതല്ലേ അയാള് തിരിച്ചും പലയുടെ മറിച്ചും കൂടെ പറയും. നിൽക്കുമ്പോൾ തിരിച്ചും മറിച്ചും പറയുന്നത്. അയാൾ പേടിച്ചിട്ടേ പാലോട് എനിക്ക് പറഞ്ഞു. നിങ്ങളെ ഞാൻ മുഖത്തുകൂടി തന്നെ പറയാം, നിങ്ങളെന്നല്ല, ഞാൻ നിങ്ങളെ രണ്ടുപേരും ഉദ്ദേശിക്കുന്നതല്ല. അന്ന് ഈ ആറാട്ടണ്ണനും ബാലയെ കോൺവെർസേഷൻ നടത്തുമ്പോൾ അവിടെ വെച്ച് പോലും അവിടെ വെച്ച് ആറാട്ടണ്ണൻ പറഞ്ഞു, ബാല ചോദിച്ചു, എന്താ ചോദിച്ച സമയത്ത് ആറാട്ടൻ പറഞ്ഞു തോക്കുണ്ടായിരുന്നു. ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ തെർമോക്കോള് കയറി തുണിക്ക് വലിച്ചു കയറിയിട്ടുണ്ട്. അപ്പൊ ബാല വിഷയം ഇല്ലേ, എനിക്ക് ഓർമ്മശക്തി ഇല്ല. ഞാൻ ഗുളിക അഭിനയിക്കുമ്പോ നിങ്ങളെ മീഡിയക്കാർ മൊത്തം അവിടെ നിന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് ബാല നേരെ ഒരു പാട്ട് പാടി, നന്ദി ആരോട് എന്നൊരു വിഷയമൊക്കെ ഓർമ്മയില്ലെങ്കിലും മീഡിയ ചോദിച്ചായിരുന്നോ ആരാട്ടൻ ഈ പറഞ്ഞ കാര്യത്തെ കുറിച്ച്? ആരാട്ടൻ ബാലയുടെ കൂടെ വന്നിട്ട് അവിടെ നിന്ന് ആരാട്ടൻ വായിൽ വന്ന കാര്യമാണത്. ആരാട്ടൻ ആകെ പറയാത്ത കാര്യം തോക്കിന്റെ കാര്യമാണ്. നമ്മള് കൂടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുമ്പോ അന്നും പറയുന്നത് തോക്ക് എടുത്തോണ്ട് പോയ ആളെ പേര് വരെ ആറെണ്ണം പറഞ്ഞ വീഡിയോ ആദ്യം വന്ന വീഡിയോ. അത് മാത്രം അല്ല, തോക്കുമായിട്ട് മേലോട്ട് വരുന്ന ബാഗ് എടുത്ത് കൊടുക്കുന്നത് മാപ്പ് ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ആളെ പ്രതി ചേർത്തേക്കുക. അവിടെ മൊത്തത്തിൽ നടന്നേക്കുന്ന ഒരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ, തിരിച്ചുമറിയും ഉടായിപ്പോവാ. മനസ്സിലായോ? ഇത് അവർക്ക് മറച്ചേ പറ്റത്തുള്ള ഒരു സാധനം പോലീസിനും എല്ലാം ഉള്ളതുപോലെ. മാത്രമല്ല ഇതൊരു ഞാൻ ചോദിച്ചത്, ഇത് അങ്ങനൊന്നും അല്ലെങ്കിൽ ഈ ബാല അന്നത്തെ ദിവസം നേരെ തിരിച്ചു പോകുന്നത് വേറെ ഹോട്ടലിലോട്ടാണ്. ആ ഹോട്ടലിലെ റൂമിൽ കൊണ്ടുപോയി സന്തോഷ് വർക്കിയെ പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് സന്തോഷ് വർക്കി അവിടെ ഇരുത്തി പേടിപ്പിച്ച് വരും. ഈ തോക്ക് കേസോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിറ്റേ ദിവസം രാവിലെ സന്തോഷ് വർക്കി ഇറങ്ങി ഓടി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുമ്പോ സകല മീഡിയക്കാരും നമ്മുടെ പേരുണ്ട്. അവിടെ വന്നിട്ട് ആരാധനം പറഞ്ഞതും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ, എനിക്ക് പേടിയാവുന്നു, അതാവുന്നു, ഇതാവുന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞു തോക്കുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ബാല ഇവനെ പിടിച്ചോണ്ട് പോകും. അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയും ഇല്ല അങ്ങനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പറയിക്കും. അപ്പൊ സന്തോഷത്തിൽ കണ്ടാൽ അറിയാൻ പേടിച്ചാ നിൽക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വിളിച്ചിരുന്ന് സംസാരിച്ചപ്പോ ഈ ഹോട്ടലിൽ നിന്ന് ആരാണ് തോക്കും കൊണ്ടുപോയെന്ന് വരെയുള്ള കാര്യങ്ങളും ഈ ആറെണ്ണം പറയുന്നുണ്ട്. ഇവിടെ തോക്ക് മുക്കി, മനസ്സിലാകുന്നുണ്ട്. അത് മുക്കിയത് ആരാന്ന് വരെ ആ സന്തോഷത്തിൽ പറയുന്ന വീഡിയോ ഉണ്ട്, യൂട്യൂബിൽ വരെ ഇട്ടിട്ടുണ്ട്. അപ്പൊ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് ഹോട്ടലിൽ റൂം എടുത്തത്, അന്നവിടെ റൂം എടുത്തോ ചെക്ക് ചെയ്താൽ മതിയല്ലോ. അത് പോലീസ് അന്വേഷിക്കുമ്പോ എങ്ങനെ അന്വേഷിക്കണം അറിയാം. ഇത് നമ്മള് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ബാലയല്ല, ഇത് സാധാരണക്കാരായ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലീസ് ആ നിമിഷം തന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇയാൾ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യാൻ നേരത്തെ അവർ തപ്പുമ്പോൾ അയാൾ ഇന്നടുത്ത് എത്തിയിട്ടുണ്ടെന്ന് അറിയും. അപ്പൊ അവിടെ നിന്ന് ഹോട്ടലിൽ കയറി പരിശോധിക്കും. പിന്നെ അവിടെ നിന്ന് തോക്കും കൊണ്ട് പോയാൽ ആരാന്ന് ആറെണ്ണം വിളിച്ച് നോക്കിയോ പറയുമ്പോൾ അവനെ കണ്ടുപിടിച്ചാണെങ്കിൽ ആ സാധനം എടുക്കും. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ അപ്പൊ തന്നെ ബാലയുടെ വീട്ടിൽ ചെന്ന് കയറും. ഇവര് ഈ മുങ്ങി നടക്കുന്നതും കറങ്ങി നടക്കുന്നതും കണ്ടറിയാമല്ലോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ ഈ സാധനം ഒളിപ്പിക്കാനും അത് മറയ്ക്കാനും ബാല നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് നടന്നിട്ടുമുണ്ട്, സാധനം പോയിട്ടുമുണ്ട്. അല്ലെങ്കിൽ എന്താ എന്തുകൊണ്ട് അവർ ഇതിന് ഈ തോക്ക് കിട്ടാത്തതിന്റെ കാരണം പോലീസുകാരുടെ വീഴ്ചയാണ്. കാരണം അറിയോ, 6 മണിക്ക് ഇൻസിഡന്റ് നടന്നിട്ട് ഒരു 7 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ 7 മണിയാകുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയാണ് നമ്മള്.
ഉടനടി ആ പോലീസ് വാലയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു. അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ. കാരണം ചുമ്മാ ഈ തോക്കും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല. ഇവൻ കൊല്ലുമെന്ന് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു, ഇവൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാ പോയേക്കുന്നത്. അപ്പൊ നമ്മള് ഈ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോ തൊട്ട് നമുക്ക് തട്ടുണ്ട്. കാരണം ഈ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്ന പുറത്ത് നടക്കുക അതേ തോക്കുമായിട്ട്. അപ്പൊ പോലീസ് എന്ത് സേഫ്റ്റിയാണ് നമുക്ക് തരുന്നത്? നമ്മൾ എന്ത് പ്രൊട്ടക്ഷൻ അല്ല, എന്ത് സേഫ്റ്റി എനിക്കുള്ള എന്ത് പ്രൊട്ടക്ഷനാണ് തരുന്നത്? മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പിന്നെ FIR ഇട്ടപ്പോ 2 മണിയോ 3 മണിയോ എന്തോ ആയെന്ന് തോന്നുന്നു. രാത്രി നോക്കുമ്പോ ഈ തോക്കിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ വീണ്ടും സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞു ഞങ്ങൾ എങ്ങനെ വീട്ടിൽ കിടക്കും. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒഴിവാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രൊട്ടക്ഷൻ ഇല്ലെന്ന് ഉറപ്പായി. അവന് വീണ്ടും അഴിഞ്ഞ് നടക്കുക ഇതുവഴി ഇങ്ങനെ തോക്കും പിടിച്ച് ഇതേപോലെ കൊല്ലാനാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ ഇതുവഴി നടക്കും. നമ്മളെങ്ങനെ പുറത്ത് നടക്കും? അങ്ങനെയും കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ? മനസ്സിലായോ? അതൊരു ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ തീരുന്നൊന്നുമില്ല ഇയാൾ പോയതുകൊണ്ടൊന്നും. അപ്പോഴും പോലീസ് വെറുതെ ഇരിക്കുക. അപ്പൊ നേരെ തിരിച്ച് അപ്പൊ നമുക്ക് എന്താ ജീവൻ എന്ത് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലേ? അങ്ങനെ ഒരു സാധനം കാണിച്ചിട്ട് പോകുന്നതിന് തപ്പത്തും ഇല്ല, പിടിക്കത്തും ഇല്ല. ആ ഇൻസിഡന്റ് ഇപ്പൊ നടന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര നാളായിരുന്നു? 1 വർഷത്തോളമായി. ഈ 1 വർഷം ഓഗസ്റ്റ് 9 തീയതിയാണ്. ഈ 1 വർഷം ഈ 1 വർഷം മുഴുവൻ അതേ ഒരു ഭീതി തന്നെയാണോ ജീവിച്ചോണ്ടിരുന്നത്? ഇല്ല, 1 വർഷം മുഴുവൻ അങ്ങനെ ഭീതി ജീവിക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഭീതി മാറുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞ് പിന്നെയും പ്രശ്നങ്ങളൊക്കെ കൂടി ബാല കൂടുതൽ പ്രശ്നത്തിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഈ ഉത്സവത്തിൽ നിന്ന് ഭാര്യയോടെ കൂടി പോകുന്നുണ്ട്. അപ്പൊ ആ ബാല വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ അവൻ നമ്മളോടുള്ള ദേഷ്യം ചിലപ്പോ ദേഷ്യമൊന്നും അല്ലെങ്കിൽ ഇത് പിന്നീട് ചെയ്യാനും പറ്റത്തില്ല. ഇനി രണ്ടാമതെങ്ങാനും വന്ന് കയറി എന്തെങ്കിലും തരത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ പോലും അവൻ ഇനി അകത്താം. ആ പോലീസ് കംപ്ലൈന്റ് കിടക്കുന്നുണ്ട്, കേസ് എടുക്കുന്നുണ്ട്, അവൻ ഇനി വരാൻ സാധ്യത കുറവാണ്. ഇനി അങ്ങനെയൊക്കെ വന്ന് ചെയ്യാൻ പോയാൽ അത് നടന്നില്ലെങ്കിൽ, മനസ്സിലായില്ലേ, ഇയാൾ ഉദ്ദേശിക്കുന്നത് നടന്നില്ലെങ്കിൽ അവൻ ഈ ഇതിലും വലിയ പ്രശ്നത്തിലോട്ട് പോകും അല്ലേ? അവൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒതുങ്ങിയതായിരിക്കും. അല്ലാതെ അയാളുടെ ഉദ്ദേശം നടക്കാത്തതുകൊണ്ട് ഇനി നടക്കത്തില്ലെന്ന് ഉറപ്പ് വന്നപ്പോഴായിരിക്കും ഒന്ന് ഒതുങ്ങി നിൽക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇവൻ എന്നെ തല്ലുമെന്ന് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളകി വരും. ഫ്രണ്ട് എന്ന് മീഡിയയോടാ പറഞ്ഞത്. കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ വെച്ചുള്ള മീഡിയ ഇവര് എന്താ പറയണ്ടേ, എന്തോ ഈ അവരവിടെ ഇവൻ നിന്ന് പോകിനെ നിർത്തിക്കൊണ്ട് പരാതി കൊടുത്തതിനെ പറ്റി പറഞ്ഞാണ്. അവസാനം വീണ്ടും പറയാ ഞാൻ ഇടിക്കും, ചവിട്ടും, തൊഴിക്കും. പോലീസുകാർ അങ്ങനെ പറഞ്ഞ അത് വെറുതെ പറഞ്ഞായിരിക്കും, നിങ്ങളെ ഉദ്ദേശിച്ചായിരിക്കത്തില്ല. എനിക്കെതിരെ പരാതി കൊടുത്തിട്ട് ഇറങ്ങുന്ന പിന്നെ വേറെ ഏതൊരുത്തിനെ പറ്റി പറയുന്നത് എനിക്ക് എങ്ങനെ തോന്നുന്നു? എന്നാ പിന്നെ വേറെ ആരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാ അവൻ അടിച്ചത്? പേര് പറയുന്നില്ല, ശരിയാ. അങ്ങനെ പേര് പറയാനുള്ള കേസുകൾ നോൺ കോൺഫിഡൻഷ്യബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും പേര് പറയാൻ ഇപ്പൊ അടിക്കാനാണെങ്കിൽ ഞാൻ അടി കൊടുക്കണ്ടേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്, എനിക്ക് പരാതി കൊടുക്കാമല്ലോ. ഇത് നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് ബാല ഈ നമ്മുടെ റൂമിന് വസ്ത്രം ഇങ്ങനെ വലിച്ചിടുന്നതും ഈ തെർമോക്കോൾ കീറുന്നതും നമ്മളൊരു CCTV അകത്ത് പതിഞ്ഞിട്ടുണ്ട്, സൈഡില് പതിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പോലീസുകാർ എടുക്കാൻ വന്നിട്ടില്ല. ഈ CCTV കറക്റ്റ് ചെയ്തൊന്നും നമുക്കറിയില്ല. ഇല്ല, CCTVയുടെ ഹാർഡ് ഡിസ്ക് ഞങ്ങളുടെ ബിൽഡിങ്ങിന് മിസ്സുമായി. അതാരും ഉണ്ടെന്ന് അറിയത്തില്ല. പോലീസ് ഇത് അവിടെ തെളിവുകൾ നശിപ്പിക്കുന്നുണ്ട്. നമ്മുടെ CCTVയുടെ ഹാർഡ് ഡിസ്ക് തെളിവ് നശിപ്പിക്കില്ല. അതവിടെ ഇല്ല. അത് ആരെടുത്തോണ്ട് പോയി? നമ്മുടെ ക്ലൗഡിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത മെഷീൻ മാത്രമേ നമ്മുടെ ഇപ്പോൾ ഉള്ളൂ. ശരിക്കും ഹാർഡ് ഡിസ്ക് ഇല്ല. ഹാർഡ് ഡിസ്ക് അവരെന്തോ വിചാരിച്ച് ഹാർഡ് ഡിസ്ക് എടുത്തോണ്ട് പോയതുകൊണ്ട് എന്തെങ്കിലും കേസിനകത്ത് മാറ്റം വരുത്താനോ അല്ല അന്വേഷണം എന്തെങ്കിലും ആക്കാനോ വല്ലതും ആയിരിക്കും. പക്ഷെ എവിടെ നിന്നാണെങ്കിലും നമ്മുടെ വീഡിയോ ഉണ്ട്. ഈ വരുന്നവൻ വേറെയാണെന്നും കൂടെ ഉള്ള സന്തോഷമൊക്കെയാണെന്നെല്ലാം വീഡിയോ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടും ഹാർഡ് ഡിസ്ക് മാറ്റിക്കൊണ്ട് പോയേക്കുന്നു. അതെന്ത് പരിപാടി? അതൊന്നും നോക്കിയാൽ ആലോചിച്ച് എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല തവണയും ഈ പറയുന്ന പോലെ ഹാർഡ് ഡിസ്കിലുണ്ട്, ഈ പറയുന്ന പോലെ ഈ വീഡിയോകളിലുണ്ട്. അപ്പം വീഡിയോയും ഹാർഡ് ഡിസ്കും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് വീഡിയോ എവിഡൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഡിജിറ്റൽ എവിഡൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് മടക്കി അയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ കാലത്ത് നിങ്ങൾക്കറിയാം വീഡിയോ എവിഡൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അതിന്റെ പരമായിട്ട് സന്തോഷ് വർക്കി ഇത്രയും ദിവസം പോയിട്ട് ജയിലിലെ ശിക്ഷ അനുഭവിച്ചത് നമുക്കറിയാം, വീഡിയോ എവിഡൻസസ് വെച്ചിട്ടാണ്. അപ്പം ഇവര് പറയുന്ന ഈ എന്താ പറയാ വീഡിയോ, അതായത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ MD വരണം ഈ കേസിന് ഇത് പറയാന്ന്. പക്ഷെ ഈ അറസ്റ്റ് ചെയ്യേണ്ട സന്തോഷ് വർക്കിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എവിഡൻസ് ആണ് തെളിവെന്നും പറഞ്ഞിട്ട് വെക്കുന്നത്. അപ്പം യൂട്യൂബിന്റെ MD വന്നിട്ടാണ് ഇനി അതിൽ വിറ്റ്നസ് പറയാൻ പോകുന്നതെന്ന് വേണം കരുതാൻ. ചില കേസിന് ഇവര് ഇങ്ങനെ പറയുന്നു, ചില കേസിന് തിരിച്ചു പറയുന്നു. രണ്ട് അതെ,
രണ്ട് നിയമം എന്ന് പറയാൻ പറ്റത്തില്ല, രണ്ട് രീതിയിൽ പോലീസുകാര് നിയമത്തെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ സർവീസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് സാധാരണക്കാരൻ അവിടെ ചെന്ന് പറഞ്ഞാൽ അയാളെ മടക്കേക്ക് ഈ പറഞ്ഞ പോലെ വല്ല ഈ കൂടി പാർട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. കാരണം എന്റെ ഒരു കേസ് ഈ മോഹൻലാലിനെയും എന്താ ഇതൊക്കെ അപമാനിച്ചെന്ന് പറഞ്ഞിട്ടൊരു കേസ്, അതിന്റെ വീഡിയോ അവിടെ യൂട്യൂബിലുണ്ട്. ആ വീഡിയോ വെച്ചിട്ട് അതിനകത്ത് ഇട്ടേക്കുന്ന ഇതെന്ന് വെച്ചാൽ എന്താ കലാപാഹ്വാനം, പബ്ലിക് സ്പേസിൽ ചീത്ത പറഞ്ഞു, പിന്നെന്തുവാന്ന് ഒന്നുകൂടെ വെച്ചിട്ട് അടിച്ചു വെച്ചിട്ട് എന്നെ ഒരു ദിവസം കൊണ്ട് ലോക്കപ്പിൽ നിർത്തി ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ വരെ പബ്ലിഷ് ചെയ്ത് അവമാനിക്കാൻ ശ്രമിച്ച പോലീസുകാരെയും നമുക്കറിയാം. മനസ്സിലായോ? ആ മിലിറ്ററി വരാൻ പറയാം, ഞാൻ മിലിറ്ററി അവമാനിച്ചു ഞാനൊക്കെ പറയുന്നു. അതിനൊന്നും ഇതൊന്നും ഇല്ല. അപ്പൊ ആ വരുന്ന സ്പീഡ് കണ്ടോ? ഇന്ന് വിളിച്ചു പറഞ്ഞാൽ വൈകിട്ട് ഞാൻ അടുത്ത ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒളിവിലാന്ന് പറഞ്ഞ് SHO വാർത്ത കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന വാർത്ത കൊടുത്തു. ഞാൻ അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്ത, എന്നിട്ട് അപ്പൊ പിടിച്ച് നേരെ ലോക്കപ്പിലിടുന്നു. ഭയങ്കര സീൻ. എന്നിട്ട് വൈകുന്നേരം വരെ തെളിവെടുപ്പ് എന്തൊക്കെയാ കാണിച്ച്. ഇതെന്ത് ഈ വീഡിയോക്ക് എന്ത് തെളിവെടുക്കാനാ? എന്നിട്ട് എടുത്തോണ്ട് പോയത് എന്താ ട്രൈപോഡ്, ഗിംബൽ, മൈക്ക്, അതാണ് തെളിവ്. അപ്പൊ തോക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോ ഈ ജീവനാപായത്തിൽപ്പെടുന്ന സാധനം വരുമ്പോ പോലീസിന് അത് ചെയ്യണ്ട. എന്നാൽ വീഡിയോ കിടന്നിട്ട് ഒരു 10 ദിവസം മുമ്പിട്ട വീഡിയോയ്ക്ക് ഇത്രയും നടപടി എടുക്കുന്നു. ഇത് രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ തമാശ പോലെ തോന്നും. ഇവർക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ളത്. അപ്പോ ഇത് ആളുകൾ അനുസരിച്ചാ സീരിയസ്നെസ് വരുന്നത് ഇപ്പൊ. അതായത് മോഹൻലാലോ സിദ്ദിഖോ അങ്ങനത്തെ അമ്മ സംഘടനയൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ഇഷ്യൂ. നമ്മൾ സാധാരണക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം എന്നുള്ളത്, നീ ഒരു ചട്ടം എന്താന്നുള്ള പോലത്തെ ഒരു രീതിയിൽ പോലീസ് നമ്മൾ നോക്കും പറയും. ഇനിയിപ്പോ ഇത് കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ശിക്ഷയായിരിക്കും ആളിക്ക് കോടതിയിൽ നിന്ന് വിധിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ കൊടുത്തത് പ്രകാരം ഈ പറയുന്ന പോലെ 307 ആംസ് അണ്ടറിലുള്ള 17 and 27 ആണ് കിട്ടേണ്ടതായിട്ടുള്ളത്. നമ്മൾ അതിനുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെ കോടതിക്ക് നൽകാനാണ് നമ്മുടെ തീരുമാനമുള്ളത്. നമുക്ക് കഴിയുന്ന പോലെ നമ്മളത് ഫയൽ ചെയ്തു വിടും. പിന്നെ ബാക്കിയുള്ളത് കോടതിയുടെ ഡിസ്ക്രിഷണറി പവറാണ്. ഡിസ്ക്രിഷണറി പവറിൽ ഒന്നും പറയാൻ നമ്മൾ ആളല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഫയലിങ്ങിലും നമ്മളുടെ പെറ്റീഷനിലും നമ്മളുടെ കഴിവിലും വിശ്വാസമുള്ളിടത്തോളം കാലം നമുക്ക് ജസ്റ്റിസ്, നീതി ലഭിക്കണം. അതായത് ഒരു ഇന്നസെന്റ് പോലും ഈ പറയുന്ന പോലെ നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതെ, പക്ഷെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശിക്ഷിക്കപ്പെടണം. അപരാധികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നിരപരാധിന്ന് എടുത്ത് പറഞ്ഞാൽ എന്താ പറയുക, സന്തോഷ് വർക്കിന്റെ കാര്യത്തിന് കേട്ടോ. നിരപരാധി നമ്മൾ ഐ വിറ്റ്നസ് ആണെന്ന് പലതവണ പറഞ്ഞതാ. ഞങ്ങൾ പോയിട്ട് PP-നെ കണ്ടിട്ട് വിറ്റ്നസ് ചേർക്കുമ്പോ PP-നെ കണ്ടിട്ടും സംസാരിച്ചു വിറ്റ്നസ് ചേർക്കാൻ കഴിയുമെന്ന്. ഇപ്പൊ ഞാൻ ഇവിടെ നേരിട്ട പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കെതിരെ വരുമ്പോ വളരെ കാര്യമായിട്ട് പോലീസ് ഇടപെടുന്നു, മീഡിയ ഇടപെടുന്നു. മനസ്സിലായി? ഈ മെയിൻ സ്ട്രീം മീഡിയാസും വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് കൊടുക്കുന്നു. പക്ഷെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ, ഒരു സാധാരണക്കാരനായ ഒരാൾ കൊടുക്കുമ്പോൾ നേരെ തിരിച്ച് വലിയ റെസ്പോൺസ് ഒന്നും ഉണ്ടാകുന്നില്ല. റെസ്പോൺസ് ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അതിന് യാതൊരു നടപടിയില്ല, ഒന്നുമില്ല, നമ്മുടെ ജീവനിലെ വിലയില്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇത് എനിക്ക് മാത്രം സംഭവിക്കാതാണെന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാ. ഇവിടെ ഏതൊരു സാധാരണക്കാരൻ ഇത് തന്നെ കിട്ടുന്നു. അതിന് അങ്ങനെ ഒരു സാധനം ഈ സ്ഥിരമായിട്ട് ഇവിടെ നടക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഈ സാധാരണക്കാർ തന്നെ എന്നെ എതിർ വിളിക്കുക, നമുക്ക് എതിർത്ത് പറയുന്നതും ഈ ആളുകളൊക്കെ തന്നെ, ഇത് എല്ലാവർക്കും കിട്ടാൻ പോകുന്ന സാധനം തന്നെ. ഇതിവിടുത്തെ ഒരു സ്വഭാവം ആളുകളുടെ. മനസ്സിലായില്ലേ? നിയമപാലകരും അല്ലെ നിയമ സംരക്ഷണമെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനസ്സിലാവുന്നത്? ഇത് എനിക്ക് മാത്രമാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുന്നത്. ഇവിടെ പലർക്കും ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഈ സന്തോഷ് വർക്കി അകത്താകുന്നതിനകത്തും, വളയെന്ന് പറഞ്ഞപ്പോൾ തൊപ്പിയെ അറസ്റ്റ് ചെയ്യുന്നതിനകത്തും, ഇങ്ങനെ ചവിട്ടിപ്പൊളിച്ച് കയറി അവനെ അറസ്റ്റ് ചെയ്യുന്നു. സിദ്ദിഖിനെ ലുക്കൌട്ട് നോട്ടീസ് അടിച്ചിട്ട് കാണുന്നില്ലെന്നും പറഞ്ഞ് നടന്നിട്ട് അയാൾ കൂടായിട്ട് നടക്കുക. ഇത് ഈ പരാതികൾ തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ഇവര് ചെയ്യുന്ന, നമ്മളൊക്കെ ചെയ്യുന്ന ക്രൈം എന്താണെന്ന് നോക്ക്. ഇതുപോലെ എത്ര കേസ് ഇപ്പൊ ബാല കാണിച്ചത് സിനിമാക്കാർ കാണിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത്രയും വലിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറച്ചാണെങ്കിൽ അത് കാണുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് പൈസയോ പവറോ എന്തോ ഉള്ളവർക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ്. എന്നിട്ട് അവര് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ പറയുക, നിങ്ങൾ അങ്ങനെ എല്ലാവരെ പറ്റി എന്തും പറയാമെന്ന് വിചാരിക്കുന്നത്.
എന്തോ ലിബർട്ടി എന്നോ ഫ്രീഡം എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീച്ചും ഇതൊക്കെയാണ് അവര് പറയുന്ന എന്തോ അത് മാത്രമാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം വരുന്നുണ്ട്. ഇതില് 2 കേസിൽ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാണ്, പക്ഷെ എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല. ഈ ചെയ്ത്താണ് നമ്മൾ പറയുന്നത്. ഞാൻ ആരും പറഞ്ഞതിനെ പറ്റി കംപ്ലൈന്റ് ഇതുവരെ പോലീസിന് കൊടുത്തിട്ടില്ല. 2 കേസിലും ഒന്നിലും മോഹൻലാലാണ് എതിർകക്ഷി എന്നും പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. പക്ഷെ സിദ്ദിഖാണ് എതിർകക്ഷി ഉണ്ടായിരുന്നത്. അതും സിനിമ മേഖലയിൽ നിന്നുള്ള ഒരു ഇത് അതെ. ഇപ്പൊ മോഹൻലാല് ഒരു വീഡിയോ ചെയ്തെന്ന് പറയില്ലേ, അതിന്റെ ഇത് അനുസരിച്ച് മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും അതിന് അമ്മയുടെ സംഘടനയുടെ ഭാഗത്തുനിന്ന് മാത്രമുള്ള ഈ കേസ് മാത്രമല്ല, അല്ല ഫാൻസിനൊന്നും ഈ വീഡിയോ ബന്ധമില്ല. മോഹൻലാൽ പറഞ്ഞല്ലോ, മോഹൻലാല് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞെന്ന് ഈ SHO ഏഷ്യാനെറ്റിലൊക്കെ ഒരു വൈറ്റ് കൊടുത്തേക്കുന്നത്. മോഹൻലാൽ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഇതിനോടൊന്നും വിരോധമില്ല, പക്ഷെ മിലിറ്ററി പറഞ്ഞതിന് മാത്രമേ വിരോധമുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഈ മോഹൻലാൽ സിദ്ദിഖ് കൊടുത്തേക്കുന്ന മോഹൻലാലിനെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് FIR കിടക്കുന്നത്, അല്ലാതെ അവിടെ മിലിറ്ററി അപമാനിച്ചെന്ന ഒരു കേസില്ല. മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് പരാതിക്കാത്തുമില്ല. പിന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് ഇതിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ പരാതി എന്ന് പറയുന്നത് ഞാൻ ആരെയാണോ പറഞ്ഞത് അയാൾക്കില്ലാത്തൊരു പരാതി അയാളുടെ കൂട്ടുകാരൻ കൊണ്ട് കൊടുക്കുമ്പോൾ അതെടുത്തിട്ട് ആക്ഷനും എടുക്കുന്ന പോലീസുകാരനിരിക്കുക. എന്നിട്ട് പോലീസുകാരൻ തന്നെ വിളിച്ചു പറയാ അങ്ങേർക്ക് പരാതിയില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അങ്ങ് പോയി ഈ അവർക്ക് വേണ്ട ഒരു പണിയെടുത്താണ് എന്ന് പുള്ളി പറയാം. എന്നിട്ട് പുള്ളി അവിടെ നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തും, ഇനി ഇവന് മുട്ടം പണി വരുന്നുണ്ട്, വേറെ മിലിറ്ററി കണ്ടുവരാൻ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇരുന്ന് ഒരു മീഡിയക്ക് കേരളത്തിനോട് മുഴുവൻ സംസാരിച്ച കാര്യമാണ്. അതിനകത്ത് നിന്ന് മനസ്സിലാവുന്ന ഇവരുടെ ഇൻഫ്ലുവൻസ് എന്താണ്. അത് കഴിഞ്ഞ് ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ മോഹൻലാലിലൂടെ ചുമ്മാ കറങ്ങി നടന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട്, അതായത് കോടതി മാത്രമല്ല നല്ല സ്ഥലവും മാറ്റിയിട്ടുണ്ട് തിരുവല്ല. അതിന് കാരണം ഇതാ, ഇയാളിപ്പോ മോഹൻലാലിന്റെ ഏതോ കൂട്ടുകാരനല്ലേ, അതുകൊണ്ടല്ലേ എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത്. അപ്പൊ ഇവരൊക്കെ നിയമപാലകരാണ്, അവര് മോഹൻലാലിന് പണിക്കാരായിരിക്കും ചിലപ്പോ. അവരെന്തിനാ ഈ ഗവൺമെന്റ് ഡ്യൂട്ടിയിൽ ഇരിക്കുന്നത്, ഗവൺമെന്റ് സർവീസിൽ തന്നെ ഇരിക്കുന്നത്, ഗവൺമെന്റ് എന്തിനാ ഇവർക്ക് സാലറി കൊടുക്കുന്നത്? മോഹൻലാൽ സാലറി കൊടുത്തിട്ട് ആരെങ്കിലും പോലീസിന് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല.